ഇന്ന് നമ്മളോടൊപ്പം എൻ്റെ ദൈവത്തിൽ ഡോക്ടർ രജിത് കുമാർ, പ്രൊഫസറാണ് ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ. അതോടൊപ്പം മൈക്രോബയോളജിയിൽ ഡോക്ടറേറ്റ്, ചിന്തകൻ, എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ. ഒരുപക്ഷെ സമീപകാലത്തെ കേരളീയ സാമൂഹിക മനസ്സിൽ ഒരു വലിയ ചർച്ചയ്ക്കും അല്ലെങ്കിൽ വലിയൊരു സംവാദത്തിനും തിരികൊളുത്തിയ വ്യക്തിയാണ് ഡോക്ടർ രജിത് കുമാർ. ആത്മീയ മേഖലകളിലും ശാസ്ത്രീയ മേഖലകളിലുമൊക്കെ വളരെയധികം ഇടപെടുന്ന, സമൂഹത്തിൽ ക്രിയാത്മകമായ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന, എല്ലാവരും വളരെ ശ്രദ്ധയും ആദരവോടെ കാണുന്ന ഡോക്ടർ രജിത് കുമാർ. നമസ്കാരം. നമുക്കെല്ലാം ഏതെങ്കിലും തരത്തിലൊരു ദൈവവിശ്വാസം കാണും. അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ദൈവസങ്കല്പം എന്താണ് ദൈവം, അങ്ങയുടെ കാഴ്ചപ്പാട്? ആദ്യമേ ഞാൻ രാഹുലിനോട് ഒരു നന്ദി പറയുകയാണ്. കാരണം ഇന്ന് പലരും, അല്ലെങ്കിൽ ഇന്നലെ വരെ ഞാൻ കേട്ടിരുന്നത് എൻ്റെ ചക്ക, എൻ്റെ മാങ്ങ, എൻ്റെ തേങ്ങ, എൻ്റെ പുരയിടം എന്നും, ഇന്നുകളിൽ പലരും പറയുന്നത് കേൾക്കുന്നത് എൻ്റെ മൊബൈൽ, എൻ്റെ 3G, എൻ്റെ ഫേസ്ബുക്ക്, എൻ്റെ ഇൻ്റർനെറ്റ്, അങ്ങനെ പോകുന്ന ഒരു കാലത്തിൽ എൻ്റെ ദൈവം, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സമൂഹം, എൻ്റെ സംസ്ഥാനം, എൻ്റെ രാജ്യം എന്ന് പറയുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കുറഞ്ഞു വരിക. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ചെറിയ ഒരു അറിവ് ഷെയർ ചെയ്യുന്നതിൽ. എൻ്റെ ദൈവം തീർച്ചയായിട്ടും ഒത്തിരിയേറെ പ്രോബ്ലംസിലൂടെ കടന്നു പോവുകയും ഇവിടെ ഇന്ന് താങ്കളുടെ മുമ്പിൽ ഇരിക്കാൻ ആകാൻ കഴിഞ്ഞതുപോലും എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ എൻ്റെ ദൈവം എനിക്ക് രണ്ട് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യാനുള്ളത്. ഒന്നെന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയത്, ദൈവം ഒരിക്കലും ഇന്നത്തെ കാലത്ത് KSRTC ബസ്സിൽ കയറി ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ വന്നിട്ട് അത് ചെയ്യ്, ഇത് ചെയ്യും, മറ്റത് ചെയ്യുമെന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ അതിന് അർഹനാണെങ്കിൽ അദ്ദേഹം ആ കൃത്യ സമയങ്ങളിൽ, നമുക്ക് വേണ്ടുന്ന സമയങ്ങളിൽ, നമുക്ക് അനുയോജ്യമാകുന്ന തരത്തിലുള്ള എല്ലാ ഘടകങ്ങളെയും നമ്മളിലേക്ക് എത്തിപ്പിച്ചു തരുമെന്ന് എൻ്റെ ജീവിത അനുഭവത്തിലൂടെ ഞാൻ ഒത്തിരി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ സാർ, പലപ്പോഴും പലരും പറയാറുണ്ട് ആ അനുഭവങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സഹായങ്ങളായിട്ടോ നിയോഗങ്ങളായിട്ടോ നിമിത്തങ്ങളായിട്ടോ. അങ്ങയുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം? ഒത്തിരി അനുഭവങ്ങളുണ്ട്. അപ്പം ആ ദൈവത്തിൻ്റെ ആ കോൺസെപ്റ്റ് ഞാൻ പറയുമ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ദൈവം എന്ന് പറയുന്നത് എൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ ചിന്തകളും പ്രവൃത്തികളുമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പം നമ്മൾ അമ്മയാണ് ദൈവം, അച്ഛനാണ് ദൈവം, അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഒന്നുകൂടെ നമ്മൾ കടന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ തന്നെയാണ് ഈ ദൈവികമായിട്ടുള്ള അവസ്ഥയും സാത്താനിക്കായിട്ടുള്ള നെഗറ്റീവും പോസിറ്റീവും ഈ സാധനം അന്തർലീനമായിരിക്കുന്നത്. അപ്പം ബൈബിൾ അതിൽ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ചിന്ത രണ്ട് വിധം, ചിന്തയ്ക്ക് രണ്ട് ബ്രാഞ്ചുകളാണ്, ജീവനും മരണവും. അപ്പം ഞാൻ എൻ്റെ ചിന്തയ്ക്കനുസരിച്ച് ഞാനെടുത്ത് ആത്മഹത്യക്ക് ചാടിക്കഴിഞ്ഞിട്ട് ഇതെൻ്റെ വിധി എന്ന് പറയുന്ന ആൾക്കാരെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. പഠിക്കാതെ ഇരുന്ന് പരീക്ഷയ്ക്ക് തോറ്റതിന് ശേഷം ദൈവം തോപ്പിച്ചു എന്ന് പറയുന്ന ആൾക്കാരെയാണ് ഇന്ന് കാണാൻ പറ്റുന്നത്. പക്ഷേ പരീക്ഷയ്ക്ക് ജയിച്ചാൽ സ്വന്തം കഴിവ്. അതെ, പരീക്ഷ ജയിച്ചാൽ സ്വന്തം കഴിവ്. പ്രവർത്തിക്കാതെ ഇരുന്നിട്ട് കാര്യം സാധിക്കാൻ വേണ്ടി നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തുക, കിട്ടാതെ ഇരിക്കുമ്പം എല്ലാം ദൈവത്തിൻ്റെ തലയിൽ കൊണ്ടിടുക. സോ രണ്ട് ദൈവം ഞാൻ പറഞ്ഞത്, ഒന്ന് എന്നിൽ തന്നെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. രണ്ട്, അതിനും അതീതമായി അതീന്ദ്രിയമായി എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തവും കൃത്യവുമായി നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന അത്യുന്നതങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ, അത് ആത്മാവും പരമാത്മാവും എന്നുള്ള ആ ബന്ധത്തിലേക്ക് പോകുമ്പോൾ ഈ ദൈവസങ്കല്പങ്ങളും ധാർമ്മികതയെല്ലാം പുരുഷൻ ഉണ്ടാക്കിയതാണ്. അവരുടെ ഒരു ലൈൻ ഓഫ് ആർഗ്യുമെന്റ് ആണ്. പുരുഷന്മാർ സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടി ചമച്ച നിയമസംഹിതകളും ആത്മീയവാദങ്ങളും ദൈവിക ദർശനങ്ങളുമാണ്. ഇത് ബേസിക്കലി മെയിൽ ഷോവനിസ്റ്റിക് ആണ്. ഫീമെയിൽ ഒപ്രഷനും സപ്രഷനും വേണ്ടിയാണ് ഈ ദൈവങ്ങൾ പോലും സൃഷ്ടിച്ചെന്നൊരു ആർഗ്യുമെന്റ് ഒക്കെ കേട്ട് കാണും. അതിനോടങ്ങ് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ തിരിച്ച് അതേപോലെ തന്നെ ഒന്ന് ചോദിക്കട്ടെ. ഈ എതിർക്കുന്ന ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ച് നിരീശ്വരവാദികളുണ്ട്, കുറച്ച് പുരോഗമന ആശയക്കാരുണ്ട്, കുറച്ച് അല്ലാത്ത ടൈപ്പുകളുണ്ട്. ഇവരെല്ലാം ഇത് എതിർക്കുമ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, യഥാർത്ഥത്തിൽ എത്ര പേർ ഭഗവത്ഗീത വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്? അതിനകത്ത് ഒരു സ്ത്രീയെ പോലും മോശമായി പറഞ്ഞിട്ടില്ല. എത്ര പേർ ഖുർആൻ വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കി വായിച്ചു പഠിച്ചിട്ടുണ്ട്? അതിനകത്ത് ഒരു സ്ത്രീയെ മോശമായി പറഞ്ഞിട്ടില്ല. എത്ര പേര് ബൈബിൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്?
ഒരു സ്ത്രീയും അതിനകത്ത് മോശപ്പെട്ട് പറഞ്ഞിട്ടില്ല. ഒരു വ്യാഖ്യാനം മാത്രം. ഞാനിത് വായിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടുക മാത്രമല്ല, ഏകദേശം 400-500 പ്രാവശ്യം എനിക്ക് അതിൻ്റെ ആശയം വായിച്ചു പഠിക്കാൻ കഴിഞ്ഞപ്പോഴാണ് അതിനകത്തെ സയന്റിഫിക് സംഗതികൾ ഇന്നും കണ്ടുപിടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഭഗവത്ഗീത എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയിലെ 186 യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത മാനേജ്മെന്റിന്റെ ഒരു പേപ്പറാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കണ്ടുപിടിച്ച നൊബേൽ പ്രൈസ് കിട്ടിയ ആ സിദ്ധാന്തം, ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയുന്നത് ഭഗവത്ഗീത 2-ാം അധ്യായം സാംഖ്യയോഗം 16-ാം ശ്ലോകമാണ്. ഉള്ളതിന് ഇല്ലായ്മ എന്ന അവസ്ഥയില്ല, ഇല്ലാത്തതിന് ഉണ്മ എന്ന അവസ്ഥയില്ല. അപ്പൊ എനർജി എന്ന് പറയുന്ന നമ്മുടെ പഠിക്കാത്തതിന്റെ പഠിച്ചിട്ട് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ പറയില്ല. ഞാൻ ബയോളജി അധ്യാപകൻ, ഡോക്ടറേറ്റ് മൈക്രോബയോളജിയിലും ആണെങ്കിലും ഇതിനു മുമ്പ് ഞാൻ ഇത്രത്തോളം ദൈവിക വിശ്വാസമല്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന എൻ്റെ കുടുംബം അങ്ങനെ ആയതുകൊണ്ട് അതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് വായിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാനൊരു പക്ഷേ നേരത്തെ ഈ വേദഗ്രന്ഥങ്ങൾ വായിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തോ അറിയപ്പെടുന്ന തലത്തിൽ എൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, എൻ്റെ കണ്ണുകളെ എനിക്ക് നിയന്ത്രിച്ച്, എൻ്റെ ചെവികളെ എനിക്ക് നിയന്ത്രിച്ച്, എൻ്റെ ശരീരത്തിനെ എനിക്ക് നിയന്ത്രിച്ച് എന്നെ ഉയർത്താൻ എനിക്ക് കഴിഞ്ഞതിനുള്ള തിരിച്ചറിവാണ് എന്നെ കൊണ്ട് ഈ യുവതലമുറയിൽ അവർ വഴിതെറ്റാതിരിക്കാൻ ഈ പെടാപ്പാട് പെടാൻ. ഈ വഴിയെ കുറിച്ച് പറയുമ്പോൾ മാർപ്പാപ്പയുടെ വളരെ പ്രശസ്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഈ നൂറ്റാണ്ടിന്റെ മുമ്പത്തെ, റാറ്റ്സിംഗറിന്റെ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ അപകടം ആറ്റം ബോംബുകളോ ന്യൂക്ലിയർ ബോംബുകളോ അല്ല, പകരം ഒരു റിലേറ്റിവിസം. അതായത് എല്ലാം ശരിയും തെറ്റുമില്ല, ഈ നിന്റെ ശരി നിന്റെ ശരി, എൻ്റെ ശരി എൻ്റെ ശരി, ശരികളും തെറ്റുമേ ഇല്ല എന്നുള്ളൊരു എക്സ്ട്രീം മോറൽ റിലേറ്റിവിസം, ഒരു ധാർമ്മികമായ ഒരു ആപേക്ഷികത. ഇതും ഇതാണ് ഇന്നത്തെ കുട്ടികളുടെ നിന്റെ ശരി വേറെ ആയിരിക്കും, ഓരോരുത്തർക്കും ഓരോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ എല്ലാവരെയും ക്യാപ്റ്റന്മാരാക്കാം അല്ലേ? അപ്പൊ തോന്നിയ കണക്ക് നടക്കത്തില്ലേ ഓരോരുത്തരും? അപ്പൊ ഒരു ടീമിനെ നിയന്ത്രിക്കാൻ ഒരാളിനല്ലേ പറ്റത്തുള്ളൂ? നമുക്ക് എല്ലാവരെയും പ്രധാനമന്ത്രിമാരാക്കാം പറ്റൂലല്ലോ. നമ്മളൊരു കുടുംബത്തിൽ തന്നെ ഏത് ഒരു എന്താ ടെക്നോ പാർക്ക് നേരത്തെ പറഞ്ഞല്ലോ, അതിലെ ഏതെങ്കിലും ഒരു കമ്പനി എടുത്താൽ അതിലൊരു MD എന്ന് പറയുന്നതോ മാനേജർ എന്ന് പറയുന്നതോ അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവില്ലേ ഏതിനും? അപ്പം നിയന്ത്രിക്കാൻ ഒരു വ്യക്തി എന്ന് പറയുന്നത് അറിവും കഴിവും ഉള്ളൊരു വ്യക്തി ഉണ്ടാവണം. ഏത് തലത്തിലായാലും, അത് കുടുംബത്തിലാണെങ്കിലും ശരി, നിയന്ത്രിച്ച് മക്കളെ വളർത്താൻ കഴിയാത്ത മാതാപിതാക്കൾ എന്ന് പറയുന്നത്. കൺട്രോൾ എന്ന വാക്കിൽ നിന്നൊരു അട്രാക്ഷൻ കുറയുന്നില്ലേ? കൺട്രോൾ അതെന്തുകൊണ്ടാണ് ഈ കൺട്രോൾ ഓവർ ആസക്തി വരുന്നത് കൊണ്ടാണ്. എന്നെ ചോദ്യം ചെയ്യപ്പെടാൻ ഇതിലേക്ക് തിരിച്ചു വന്നാൽ, അതായത് അപ്പൊ ശരിയും തെറ്റുകളും ഉണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിമിനേഷൻ, ദി പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ ശരികളുമുണ്ട് തെറ്റുകളുമുണ്ട്. രാഹുൽ വിവാഹം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, കണ്ട പയ്യനെ പോലെ ഇരിക്കും. 2 കാര്യങ്ങളാണ് എനിക്ക് പറയാൻ വരുന്നത്. ഒന്ന്, താങ്കൾക്ക് ഇത്രയും സുന്ദരമായ ശരീരം കിട്ടിയതുപോലും എന്തുകൊണ്ടെന്ന് ഭഗവത്ഗീത ഉൾപ്പെടുന്ന വേദ ഉപനിഷത്തുകളിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് ഉത്തമ ലക്ഷണമൊത്ത ശരീരം കിട്ടുന്നെങ്കിൽ പോലും അത് മുജ്ജന്മങ്ങളിൽ ആ ആത്മാവ് ചെയ്ത പുണ്യപ്രവർത്തികളുടെ ഫലമായിട്ടാണ്. ഇത് സോളമന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. വിശുദ്ധമായ അദ്ദേഹത്തിന്റെ സോളമന്റെ ഗ്രന്ഥം ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ഒറിഗോൺ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ സയന്റിസ്റ്റ്, അങ്ങനെ ഒത്തിരി ചിന്തകന്മാരും കഴിഞ്ഞു പോയിട്ടുള്ള ഇത് ചിന്തിച്ച് ആ ഉത്തമമായ ശരീരം കിട്ടുക എന്ന് പറയുന്നത് പോലും നമ്മൾ ഇന്നലെകളിൽ ചെയ്തിട്ടുള്ള പുണ്യപ്രവർത്തികളുടെ ഫലത്തിൻ്റെ റിസൾട്ടാണ്. അങ്ങനെ നല്ല പ്രവൃത്തിയിൽ ഇന്ന് സുന്ദരമായ ശരീരം കിട്ടിയിട്ട് ഈ സുന്ദരമായ ശരീരത്തിനെ തോന്നിയ കണക്ക് ലഹരി ഉപയോഗിച്ചും വേണ്ടാത്ത രീതിയിലും ഈ ശരീരത്തിനെ അധപ്പതിപ്പിച്ചാൽ ഇതിനകത്തിരിക്കുന്ന ആത്മാവെന്ന് എല്ലാ വേദങ്ങളും പറഞ്ഞിട്ടുള്ള ആത്മാവ് ദൈവം, അത് ബൈബിൾ ആണെങ്കിലും ഖുറാൻ 38-ാം അധ്യായം സൂറത്ത് 72-ാം സൂക്തമാണെങ്കിലും, വിശുദ്ധ ബൈബിൾ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായമാണെങ്കിലും, ഭഗവത്ഗീതയിലെ പരബ്രഹ്മം അല്ലെങ്കിൽ അതിൽ ത്രൂ ഔട്ട് പറയുന്ന ആത്മാവാണെങ്കിലും, ആ ആത്മാവ് കൃത്യമായി ശിക്ഷ തരും. ഇതിനേക്കാൾ അധപ്പതിച്ച ഒരു തലത്തിലേക്ക് അടുത്തത് അതുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം പോപ്പ് പറയുന്നത് പോലെ അങ്ങനെ ഒരു ശരി തെറ്റുകളും ഈ രണ്ടാമത്തെ പറഞ്ഞില്ല. രണ്ടാമത്തത്, താങ്കൾക്ക് ഒരു ഭാര്യയുണ്ട് എന്ന് വിചാരിക്കുക. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി തിരിച്ചറിവില്ലാതെ ആ പെൺകുട്ടിയോട് തന്നെ വളരെ മ്ലേച്ഛമായും മോശമായും പെരുമാറാനിരുന്നാൽ സദാചാരത്തിന്റെ അതിർവരമ്പുകളെല്ലാം ഞാൻ ഭേദിക്കുകയല്ലേ ചെയ്യുന്നത്. റോൾ മോഡൽ വേണമെന്ന് പറയാറുണ്ട്. സാറിന്റെ ഒരു റോൾ മോഡൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആക്ച്വലി എന്നെ കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഞാനും രാഹുൽ ചോദിച്ച ഒരു ചോദ്യം ഒരുപാട് വട്ടം എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഒരു ബയോളജി അധ്യാപകൻ, മൈക്രോബയോളജി ഡോക്ടറേറ്റിലൂടെ പോകുന്നു കാലടി ശങ്കര കോളേജിൽ നിന്നും. അതിൽ നിന്ന് ബൈബിള്, ഖുർആൻ, ഭഗവത്ഗീത, വേദങ്ങളിലൂടെ, ദെൻ ചിന്മയ മിഷനിലൂടെ, ദെൻ സൈക്കോളജി, സ്പിരിച്വാലിറ്റി എത്തുമ്പോൾ മഹാത്മാഗാന്ധിയെ വേണോ അതോ മാർട്ടിൻ ലൂതർ കിങ് വേണോ അതോ മദർ തെരേസ വേണോ സാമൂഹിക പ്രവർത്തനം നോക്കുമ്പോൾ അവരെല്ലാം സമർപ്പിച്ച് സേവനം നടത്തിയവരാണെങ്കിലും ഈ തലത്തിൽ പോയ ഒരാളിനെ രാഹുലിന് ചൂണ്ടിക്കാണിക്കാമെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ റോൾ മോഡലാക്കാൻ പലരിൽ നിന്നുള്ള നല്ല എലമെന്റ്സ് ഇൻസ്പയർ ആയിക്കൊണ്ട് കുറച്ച് വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നു.
അതുകൊണ്ട് എനിക്ക് ഇന്ന് വരെ ഒരു ഗുരു എന്ന് പറയുന്ന തരത്തിൽ ഞാൻ വളരെ സ്ലമ്മിൽ നിന്ന് കയറി വന്നൊരു മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മതം, ജാതീയ സംഘടന, രാഷ്ട്രീയ പാർട്ടികൾ ആരും എന്നെ സഹായിക്കില്ല. പക്ഷെ ദൈവങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ കുറേ മനുഷ്യർ, ഇപ്പോൾ എന്നെ നാഷണൽ സർവീസ് സ്കീമിൽ കൊണ്ടുവന്നത് ഫാസിൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. പോലീസിലെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന ട്രിവാൻഡ്രത്തെ അസിസ്റ്റൻറ്റ് പോലീസ് കമ്മീഷണർ KE ബൈജു എന്ന് പറയുന്നത്. ഈ ഇഷ്യൂ വന്നപ്പോൾ 5 രൂപ മാത്രം ദക്ഷിണ വാങ്ങിച്ചുകൊണ്ട് കേസ് വാദിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഹരിഹര വർമ്മക്കുള്ള കേസിൻ്റെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിനീത് കുമാറും അനിൽകുമാറും. അങ്ങനെ ദൈവങ്ങളുടെ രൂപത്തിൽ മനുഷ്യർ ഒരുപാട് പേര് എന്നെ ഒരു പ്രാവശ്യം എന്നെ കാസർഗോഡേക്ക് എടുത്ത് ട്രാൻസ്ഫർ ചെയ്തു, ചിലരുടെ പാര കാരണം ആറ്റിങ്ങൽ സ്കൂളിൽ നിന്ന്. അപ്പോൾ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞെന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു പ്രൊഫസറാണ്, ഞാൻ പോലും കണ്ടിട്ടില്ല, പക്ഷേ അദ്ദേഹമാണ് എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി എനിക്ക് ഒരുപാട് മനുഷ്യരുണ്ട്. ഈ ദൈവത്തിൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ എന്തെങ്കിലും ഒരു അതീന്ദ്രിയ പാരനോർമൽ എക്സ്പീരിയൻസ്? ഞാൻ ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പലരും വിശ്വസിക്കാറില്ല. ഈ വരാൻ പോകുന്ന കുറേ സാധനങ്ങൾ എനിക്ക് പലപ്പോഴും മുൻ ദർശനം എന്ന് പറയുന്ന രീതിയിൽ ആ സംഗതിയിൽ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഒരു സിമ്പിൾ ഫ്രം മൈ ഹാർട്ട്. ഞാൻ MSc പഠിക്കുമ്പോൾ തന്നെ MSc MPhil PhD എടുക്കും എന്ന് ഞാൻ എൻ്റെ പേരിനോടൊപ്പം തന്നെ ഇത് എഴുതി നെയിം ബോർഡാക്കി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. വിഷ്വൽ തിങ്കിങ് ആണോ അതോ അകത്തെനിക്ക് വരുന്നതാണ് ഇങ്ങനെ തന്നെ സംഗതി വരും എന്നുള്ള. ദെൻ വേദം പഠിക്കണമെന്ന് ഞാൻ നേരത്തെ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഇത് സംഗതി കിട്ടി. ചില സ്വപ്നങ്ങൾ എനിക്കുണ്ടാവാറുണ്ട്. ഇത് ഞാൻ വലിയ സംഗതിക്ക് പറയാൻ വേണ്ടി പറയല്ല, പക്ഷെ ആ സ്വപ്നങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് കണ്ടു കഴിഞ്ഞ സംഗതി, അത് ഇൻസിഡൻറ്റ് കൃത്യം ആ സ്പോട്ടിൽ എത്തുമ്പോഴും ഈ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോഴും കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ അന്വേഷിക്കാൻ പോയി. ഒരു ജസ്റ്റ് ഹിന്ദു എന്നുള്ള നിലയിൽ ഇത് അന്വേഷിച്ചപ്പോൾ ഞാൻ കേട്ടത് എൻ്റെ കഴിഞ്ഞ ജന്മം എന്ന് പറയുന്നത് ബ്രാഹ്മണനായിരുന്നു എന്നും ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു എന്നുമാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് കുടുംബമില്ല. ഞാൻ ഭാര്യ വിരഹ ദുഃഖം, അതുപോലെ എനിക്ക് ഒരുപാട് വേദനകളും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പേഴ്സണൽ അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് വന്നത് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത ആ ഒരു ക്രൂരതയായ കർമ്മത്തിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അനുഭവങ്ങളിലൂടെ ഞാൻ ചിന്തിക്കുമ്പോൾ കറക്റ്റാണ്. ഞാൻ ആ ഒരു ബ്രഹ്മത്തിൻ്റെ ലെവലിൽ തന്നെയാണ്, ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണനല്ല, കർമ്മം കൊണ്ടുള്ള ആ തലത്തിൽ തന്നെ ഞാൻ പോകുന്നുമുണ്ട്. പക്ഷെ അനുഭവങ്ങൾ എന്നെ ഒരു ഡിവൈൻ പവറിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. ഡിവൈൻ എന്ന് പറയുമ്പോഴും ദൈവം ഒരു വാക്കിലേക്ക് ഒതുക്കിയാൽ എന്തായിരിക്കും പറയാൻ? എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ നോളജും ഈ തലത്തിൽ ഇവിടം വരെ എത്താൻ കാരണം ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ ദൈവം എന്ന് പറയുന്നത് ജ്ഞാനം എന്ന ഡിവൈൻ നോളജ്, ആ തിരിച്ചറിവ്, ആ ഉപനിഷത്ത്, ഈ വേദം, ഖുർആൻ, ഭഗവത്ഗീത, ബൈബിൾ, ഇതിലൂടെ പോയതുകൊണ്ടാണ് എനിക്ക് തിരിച്ചറിവ് കിട്ടിയത്. സപ്പോസ് ഇതിലൂടെ പോകാതെ ഞാനും വേറെ രീതിയിൽ ഫിസിക്കൽ ലൈഫിലൂടെ തന്നെയാണ് പോയിരുന്നതെങ്കിൽ എനിക്ക് ഇത്രത്തോളം ഒരു ഉയർന്ന തലത്തിൽ അറിവ് കിട്ടില്ലായിരുന്നു. സോ അറിവ് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരിച്ചറിവുമാണ് ദൈവം. അത് ജനങ്ങളെ തിരിച്ചറിയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. വേണമെങ്കിൽ ആൾക്കാർ സോപ്പിടാൻ നമുക്ക് കാര്യം പറയാം, പക്ഷെ ആ തിരിച്ചറിവ് തന്നെയാണ് ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേക്ക് വ്യക്തിപരമായ അനുഭവങ്ങളുടെ കാര്യം പറയുകയുണ്ടായി. ഇപ്പം പൂർവ്വജന്മം, പുനർജന്മം പോലുള്ള സങ്കല്പങ്ങൾ നമ്മൾ ദൈവമായിട്ടും ആത്മീയതയായിട്ടൊക്കെ ഒരുപാട് ബന്ധപ്പെടുത്തുന്നതാണ് ഈ പാസ്റ്റ് ലൈഫ് ഇതൊക്കെ. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിൽ ഏതെങ്കിലും പാസ്റ്റ് ലൈഫിന്റെ ഒരു കാര്യത്തിലേക്കല്ല ഞാൻ പ്രധാനമായി പറഞ്ഞ എൻ്റെ ദൈവികമായിട്ടുള്ളൊരവസ്ഥ പറഞ്ഞ ഞാൻ ഓൾമോസ്റ്റ് ഒരു അനാഥനാണ്. എൻ്റെ ക്ലാസ്സുകളുടെ പുറകിൽ ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്, അനുഭവ സഹിതം വിവരിക്കുന്ന ഒരു ജ്ഞാനം കിട്ടിയാൽ പിന്നെ അവിടെ മറ്റൊന്നും അറിയാനില്ല. എൻ്റെ അമ്മയും അച്ഛനും 2 ജാതിയാണ്. എനിക്ക് വേണമെങ്കിൽ ഇന്നത്തെ ആൾക്കാർ ചിന്തിക്കുന്ന കണക്ക് ഫ്രീക്കായിട്ട് ചിന്തിക്കാൻ പറ്റും, മനസ്സിലായോ? പക്ഷെ നമ്മുടെ ഭാരത സംസ്കാരവും കേരള സംസ്കാരവും മാറിയിട്ടില്ല. അത് അതിൻ്റേതായ നിലയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ എൻ്റെ അച്ഛൻ ഒരു ജാതിയും അമ്മ മറ്റൊരു ജാതിയാണ്. ആ ഒരു ലവ് മാരേജ് ആയിരുന്നു. പക്ഷേ അച്ഛൻ എന്ന് പറയുന്നത് SNDP ഈഴവയായിരുന്നു, അമ്മ നായരായിരുന്നു. നായർ ഈഴവ ഐക്യം, ഇന്ന് ഇവർ ഐക്യത്തിൽ വരുമ്പോൾ ഞാൻ ഏറെ കൂടുതൽ സന്തോഷിക്കാറുണ്ട്. പക്ഷെ ഫ്രം മൈ ഹാർട്ട് ഞാൻ പലരോടും പറയാതെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അച്ഛൻ ഈഴവനായതുകൊണ്ട് എനിക്ക് NSS നിന്ന് ഒരു സഹായവും കിട്ടിയിട്ടില്ല. അമ്മ നായരായിപ്പോയതുകൊണ്ട് SNDP നിന്നും എനിക്കൊരു സഹായം കിട്ടിയിട്ടില്ല. മറിച്ച് ഇൻസൾട്ട് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. രണ്ടാമത് ചെറുതിലെ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഞാൻ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വഴിതെറ്റാനുള്ള ഒരു വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. ഓരോ കോഴ്സ് കഴിയുമ്പോഴും 10ാം ക്ലാസ് കഴിയുമ്പോൾ ഓട്ടോ ഓടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ബസ്സിലെ കിളിയായിട്ട് പോകും, കാരണം ജീവിക്കാൻ നിവർത്തിയില്ല. എൻ്റെ അമ്മ രാജമ്മ ചിറയൻകീഴ് ആശുപത്രിയിലെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റാണ്, രോഗികൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നത്. ആ ചെറിയ വരുമാനത്തിൽ നിന്ന് എൻ്റെ അമ്മയുടെ കരച്ചിലും വേദനയും കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങുന്നത്. എനിക്ക് ഇന്ന് 7 ഡിഗ്രികൾ എടുത്ത് എൻ്റെ പേരിനോടൊപ്പം ചേർക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഞാൻ അറിയാതെ ഓരോന്നും എന്നെ തേടി വരുമ്പോൾ ബൈബിൾ പറയുന്നു, യോഗ്യതയുള്ളവനെ തേടി
ജ്ഞാനം അവൻ്റെ പടിവാതിൽക്കൽ ചെല്ലുമെന്ന് ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിക്കുമ്പോൾ ആ ജീസസ് ക്രൈസ്റ്റിനെ ഞാൻ നമിക്കുന്നു, പ്രവാചകന്മാരെ നമിക്കുന്നു. നാളെ ഞാൻ വെള്ളം എന്ന് കിടക്കുമ്പോൾ രാഹുലാണ് എനിക്കൊരു വെള്ളം എടുത്തു തരുന്നെങ്കിൽ നീ തന്നെയാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അല്ലാതെ ഇന്ന് പ്രത്യക്ഷപ്പെട്ടു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ജീവിത സന്ദർഭങ്ങളിലൂടെ അത് എത്തുമെന്നും ഇതിനകത്തുള്ള ഒരാള് ഞാൻ ചെയ്ത നന്മയുടെ ഫലമായും തിന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലമായി ഇവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ, കാരണം ഈ ശരീരം മാത്രമല്ല ഞാൻ ബയോളജി പഠിപ്പിക്കുന്ന സാറാണ്, മരിച്ച ആളിൻ്റെ 24 മണിക്കൂർ കണ്ണ് ജീവിച്ചിരിക്കുമെന്നാണ് ഐ ട്രാൻസ്പ്ലാന്റേഷന്. പക്ഷെ എന്നിട്ടും ഈ ശവം എന്തുകൊണ്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാത്തേ? അപ്പൊ സോഴ്സ് ഓഫ് അൺലിമിറ്റഡ് എനർജി, ഒരു എനർജി സോഴ്സ് നമ്മുടെ ബോഡിക്കകത്ത് വേണം അല്ലെ? അപ്പൊ ഈ എനർജി സോഴ്സ് ഇതിൽ നിന്ന് വിട്ട് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വരുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന സ്രഷ്ടാവ് നല്ല നറും പാലാണെങ്കിൽ കരിയോയിലും കൊണ്ടു ചെല്ലുന്ന ഈ ആത്മാവിന് ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ഡീഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരേണ്ടി വരും. അശുദ്ധാത്മാവ് തിരിച്ചു വരും. വീണ്ടും ഇതൊരു പെർഫെക്റ്റായി തിരിച്ചു പോയേ പറ്റൂ. അപ്പം ആ ശുദ്ധ ചൈതന്യമായ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ശുദ്ധമാക്കി കഴിഞ്ഞാൽ ഭഗവത്ഗീത പറയുന്നു നോ റീബർത്ത്. നമ്മളിവിടെ നിന്ന് കൂടി തീർച്ചയായും നമ്മൾ ലയിച്ചു ചേരുന്നു. അപ്പൊ പോകുമ്പോ ഖുർആൻ പറയുന്നുണ്ട്, നിന്റെ കൂടെ വരുന്ന 3 കാര്യങ്ങളുണ്ട്. ഇന്നലെ വരെ നീ ചെയ്ത ദാനം, ഇന്നലെ വരെ നീ നേടിയെടുത്ത ജ്ഞാനം, നിനക്ക് വേണ്ടി ലഭിച്ച പ്രാർത്ഥന. ഇന്ന് ഞാൻ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമൂഹത്തിൽ 10 ലക്ഷത്തിലധികം സഹോദരങ്ങൾ ഉള്ളത് കൊണ്ടാണ് എനിക്കിന്ന് ഇവിടം വരെ എത്തിച്ചേരാൻ പറ്റി. ഇവരൊക്കെ തന്നെയാണ് ദൈവം എനിക്ക് വിട്ടുതരുന്ന എൻ്റെ സഹോദരങ്ങൾ. അപ്പം എൻ്റെ അമ്മയും അച്ഛനും മാത്രമല്ല, നല്ല നന്മ ചെയ്യുന്ന ഒരുപാട് പേർ എൻ്റെ ദൈവങ്ങളാണ്. നമ്മളോടൊപ്പം ഡോക്ടർ രജിത് കുമാർ സാർ വളരെ അനർഘനിർഗളമായ ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് സാംസ്കാരിക സംവാദങ്ങൾ ഉയർത്താൻ ഏറ്റവും കൂടുതൽ ആശയങ്ങളുടെ ഒരു വ്യത്യസ്തവും വിരുദ്ധവുമായ ആശയങ്ങളുടെ ഒരു പോരാട്ടം തന്നെ ഉയർത്താൻ കഴിവുള്ള വ്യക്തിയാണ്. ദൈവീകതയിലൂടെ, ധാർമ്മികതയിലൂടെ, കുടുംബ ബന്ധങ്ങളിലൂടെ, മൂല്യങ്ങളിലൂടെ, ആത്മീയതയിലൂടെ ഒക്കെ ഒരുപാട് ഈ ചെറിയ സമയത്തിൽ നമ്മൾ സഞ്ചരിച്ചു. നമ്മുടെ സമയം തീരാറാവുകയാണ്. അങ്ങയുടെ തീർച്ചയായും യഥാർത്ഥത്തിൽ നമ്മുടെ ഗുരുദേവനാണ് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ആ ഒരാശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ബയോളജി സയൻറ്റിസ്റ്റ്, ശാസ്ത്രത്തിൻ്റെ അധ്യാപകനാണ് ഞാൻ. ആ ശാസ്ത്രീയ സത്യങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ആദ്യം ഭഗവത്ഗീതയിലൂടെ എനിക്ക് പോകാൻ കഴിഞ്ഞു. ആ ഭഗവത്ഗീത വായിച്ചിട്ടാണ് ജനകീയമാക്കാൻ വേണ്ടി എനിക്ക് ചെറുതായിട്ട് അതിൻ്റെ പോയിന്റുകൾ എഴുതാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വിശുദ്ധ ഖുർആനിലേക്ക് എനിക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞപ്പോൾ അതിൽ ജനകീയമാവേണ്ട എന്നെ സ്വാധീനിച്ച വചനങ്ങളും ആശയങ്ങളും ഉൾപ്പെടെ ഖുർആൻ എനിക്ക് എഴുതാൻ കഴിഞ്ഞു. ഖുർആൻ സന്ദേശം എഴുതാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബൈബിളിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞപ്പോൾ ബൈബിളിൻ്റെ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബുക്ക് എഴുതാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഉപനിഷത്തുകളിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിവ്, നേരത്തെ രാഹുല ചോദിച്ച ഡിസ്ക്രിമിനേഷൻ, ആ തിരിച്ചറിവെന്ന് പറയുന്ന ഒരു തലത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നമ്മുടെ ജനം അറിയണം. വലിയ ബുക്കുകളൊന്നും പലരും വായിക്കുന്നില്ല. അപ്പോൾ കൈപ്പുസ്തകമായിട്ടെങ്കിലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ വേദഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ ഇത് മുഴുവൻ തെറ്റെന്നോ എതിർക്കാൻ തയ്യാറായിട്ട് അതെനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ വേണമെങ്കിൽ നിരീശ്വരവാദിയായി മാറാനും ഞാൻ തയ്യാറാണ്. വായിക്കണം, പക്ഷെ വായിച്ചിട്ട് വേണം എന്തും എതിർക്കാനുള്ളത്. അല്ലാതെ ചിലർ സ്വാർത്ഥലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളും അല്ലെങ്കിൽ അണികളെ ചേർക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നതിൻ്റെയും പുറകെ പോയിട്ടൊന്നും കാര്യമില്ല. അഹങ്കാരി തകരുമെന്നുള്ള കാര്യത്തിന് എനിക്ക് യാതൊരു സംശയമില്ല. അപ്പം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഈ തിരിച്ചറിവ്, ഈ 4 ബുക്കും താങ്കൾക്ക് ഗിഫ്റ്റായിട്ട് തരുന്നു. താങ്കൾ വായിക്കുക. താങ്കൾക്ക് എന്നെക്കാൾ കൂടുതൽ അറിവുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ആ ജീനുകൾ ആ പാരമ്പര്യമായി ഉയർന്ന തലത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് വായിക്കാൻ ഒരു മനസ്സ്. അദ്ദേഹത്തിന്റെ 4 പുസ്തകങ്ങളാണ്. ഒരുപക്ഷെ ഡോക്ടർ രജിത് കുമാറിന് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം, നമ്മൾ പലരും പൊളിറ്റിക്കലി കറക്റ്റാണ്. അതായത് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ശരിയാണെന്നറിയാമെങ്കിലും സത്യമാണെന്നറിയാമെങ്കിലും നമ്മൾ പറയാറില്ല, എന്തിനാണ് ഇനി വേറൊരാളെ ഒഫൻഡ് ചെയ്യുന്നത്. പക്ഷേ ഒഫൻഡ് ചെയ്യുന്ന സത്യങ്ങളെന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ശരികളും നമ്മുടെ യുവാക്കളും യുവതികളും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ആർജവത്തോടെ, കയ്യടിയില്ല, കൂക്കുവിളികളാണെങ്കിലും പറയാം എന്നുള്ളൊരു ധൈര്യം ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കുറവാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് യോജിക്കുന്നവർ കാണാം, വിയോജിക്കുന്നവർ കാണാം. പക്ഷേ കയ്യടികൾക്കപ്പുറം കൂക്കുവിളികളോടും സുസ്മേരവദനായി പ്രതികരിക്കാനും അദ്ദേഹം വിശ്വസിക്കുന്ന സത്യങ്ങളും തത്വങ്ങളും ശരികളും യുവാക്കളും യുവതികളോടും ഉറക്കെ പറയാനുമുള്ള അദ്ദേഹത്തിന്റെ ആർജവത്തിന് എല്ലാവിധ ഒരു യുവതിയും ഒരു യുവാവും തകരരുതെന്നുള്ളത് മാത്രമേ എൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിന്റെ ഏത് ലൈനിൽ പോയാലും അദ്ദേഹത്തിന്റെ ആ കെയറിന്, കയ്യടിക്ക് അപ്പുറമുള്ള ആ മനുഷ്യ മനസ്സിന്റെ നന്മയിലേക്ക് പോകാനുള്ള ആ പ്രയാണത്തിനെല്ലാം നന്ദി. വളരെയധികം താങ്ക് യു.